അപ്പോൾ അത് ഞങ്ങളിന്ന് വീണ്ടും എത്തിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിന്ന് കാണാൻ പോകുന്നത് പെരുന്നാളിൻ്റെ തലേ ദിവസത്തെ പ്രദർശനമാണ്. അപ്പോൾ നമ്മൾ നേരെ പോകുന്നു. ഫസ്റ്റ് വണ്ടി കഴുകണമല്ലോ, നമ്മൾ മാത്രം വൃത്തിയായി പോകല്ലോ, വണ്ടി ഇങ്ങോട്ട് വൃത്തിയാവണ്ടേ, പെരുന്നാളൊക്കെ അല്ലേ. അപ്പോൾ നേരെ നമ്മൾ വണ്ടി ഫുൾ ബോഡി വാഷിന് കൊടുത്തപ്പോൾ അവർ പറഞ്ഞു ½ എടുക്കും, നിങ്ങൾ പോയി കറങ്ങിയിട്ട് വന്നു പറഞ്ഞു. അത് കേൾക്കേണ്ട താമസം നമ്മൾ നേരെ മുഷിഫ് മോളിനകത്തേക്ക് കയറി ലുലുലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അവിടെ നമുക്കൊരു സാധനം വാങ്ങാനുണ്ടായിരുന്നു. ആ ഒരു സാധനം വാങ്ങാൻ തിരിച്ചു പോവുക എന്നായിരുന്നു നമ്മുടെ ഉദ്ദേശം. പക്ഷേ അതിനകത്തേക്ക് കയറിയപ്പോൾ അതിനകത്തേക്ക് ഓഫർ കണ്ടാൽ പിന്നെ നമ്മൾ ഷോപ്പ് ചെയ്യേണ്ടേ, അതിൻ്റെ ഒരു മര്യാദയല്ലേ. അപ്പോൾ ഒരു സ്റ്റീമർ വാങ്ങണമെന്ന് പണ്ടൊരു ഉദ്ദേശം ഉണ്ടായിരുന്നു. അങ്ങനെ അത് ഓഫറിൽ കിട്ടിയപ്പോൾ എന്തായാലും അത് പറഞ്ഞങ്ങ് വാങ്ങിച്ചു. അപ്പോഴേ ആലോചിച്ചത് എനിക്ക് ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നു, അപ്പം എനിക്ക് കമ്മൽ കിട്ടിയിട്ടില്ല. അങ്ങനെ കമ്മൽ സെക്ഷനിലേക്ക് പോയപ്പോഴത്തേക്ക് ഒരുപാട് കമ്മൽ എനിക്ക് വേണ്ട കളർ വെച്ച് ബാക്കി എല്ലാ കളറുകളും ഉണ്ട്. അപ്പം നിന്ന് നോക്കി കിട്ടാത്തതുകൊണ്ട് കുറച്ച് ഇരുന്ന് നോക്കാൻ വെച്ചാൽ ഇരുന്ന് നോക്കിയപ്പോഴത്തേക്ക് ഫൈനലി ഒരു കമ്മൽ കിട്ടി. അപ്പോൾ എന്ത് മനസ്സിലാക്കി ഇരുന്ന് നോക്കിയാൽ കമ്മൽ കിട്ടും നമുക്ക്. അങ്ങനെ ഉദ്ദേശിച്ച കളർ കിട്ടില്ലെങ്കിൽ ഏകദേശം ഒരു കളർ കിട്ടി. പിന്നെ ആ സാധനം അതൊരാവശ്യത്തിന് വാങ്ങിച്ചതാണത്. പിന്നെ പോയ വഴിക്ക് നമ്മൾ ഫിലിപ്സിൻ്റെ ഹെയർ സ്റ്റൈലർ അവിടെ ഓഫറിലുണ്ട്. അത് ആദ്യമേ എടുത്ത് കൈ പിടിച്ച് തീർന്നും കാണാൻ പോയാലോ. അങ്ങനെ കൈ പിടിച്ചിട്ട് അതിനെപ്പറ്റി പിന്നെ പഠിച്ച് വേറെ വേണോ നോക്കി ഫൈൻഡ് അതിനെ എടുത്ത് അതൊക്കെ എടുത്ത് അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ താഴോട്ടിറക്കും നമ്മൾ കോൾഡ് സ്റ്റോൺ. അവരിങ്ങനെ നമ്മളത് കയറുന്നില്ലേ എന്ന് ചോദിച്ച്. അവർ ചോദിച്ചാൽ നമ്മൾ കയറണ്ടേ, അതൊരു മോശമല്ലേ കയറിയില്ലെങ്കിൽ. അങ്ങനെ നേരെ അങ്ങോട്ട് പോയി നമ്മളെ ഫേവറേറ്റ് ആയിട്ടുണ്ട് നമ്മൾ കിറ്റ്കാറ്റ് ഷേക്കാണ്, എന്തോ പേര് എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. അതൊരു മസ്റ്റാണ് കേട്ടോ, ചൂടത്ത് ബെസ്റ്റാണത്. അങ്ങനെ അത് വാങ്ങിച്ച് നമുക്ക് നേരെ നമ്മളെ വണ്ടി റെഡി ആവില്ലേ എന്ന് നോക്കാൻ പോവാം. അപ്പോൾ നമ്മൾ താഴോട്ടിറങ്ങിയപ്പോൾ നമ്മളെ വണ്ടി റെഡിയാണ്. വണ്ടി കുളിച്ച് കുട്ടപ്പനെ സുന്ദരനായി കിടപ്പുണ്ട്. പിന്നെ സാറൊന്ന് കണ്ട് വണ്ടി നോക്കിയാണോ എന്ന് മാത്രം നോക്കിയാൽ മതി. വണ്ടിയുടെ ഓരോ മുക്കും മുന്നേ നമ്മൾ അരച്ച് പെറുക്കണമല്ലോ. അപ്പം നിങ്ങൾ മൂങ്ങണം എടുത്തു വണ്ടി ഇഷ്ടപ്പെട്ടില്ല, വണ്ടി കഴിവ് ഓക്കെ ആയില്ല. പക്ഷേ എല്ലാം ഇഷ്ടപ്പെട്ടു, സാറ്റിസ്ഫൈഡ് ആണ്. അത് വെയിലടിച്ച മുഖം അങ്ങനെ ഇരിക്കുന്നതാണ്, അത് നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട. ഞാൻ ചെയ്തിട്ട് 10 പേരെ കാണിച്ചൊന്ന് ഷോ ഓഫ് ചെയ്യാൻ ചിലപ്പോൾ അതിന് സമ്മതിക്കില്ല. എപ്പോഴും മനുഷ്യനെ ഉപദ്രവിച്ചുകൊണ്ടിങ്ങനെ ഇരിക്കണം, ഒരു മനസ്സമാധാനം തരത്തില്ല. അപ്പോൾ ഇന്ന് നമുക്ക് ജ്യൂസ് കുടിക്കാം. ഇതാണ് ഞാൻ പറഞ്ഞ അടിപൊളി ജ്യൂസ്. അപ്പോൾ ഞാൻ കുടിച്ചു, നിൽക്കാൻ കൊടുക്കാൻ വെച്ചപ്പോൾ ഇക്ക് പറഞ്ഞു നീ വീഡിയോ ഓഫ് ചെയ്ത് തന്നാൽ മതി, എനിക്ക് വയറിളവി ഹോസ്പിറ്റലിനകത്ത് കിടക്കാൻ. കഴിഞ്ഞാണ് നമ്മൾ ഫുഡ് തിന്നണ വീഡിയോ കിട്ടിയപ്പോൾ ഞങ്ങൾ ചെറുതായിട്ട് ഹോസ്പിറ്റലിനകത്ത് ആയിരുന്നു. ആരും കൊതി വെക്കരുത് കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ നേരെ പോയത് UK14 നിങ്ങൾക്കറിയൊക്കെ എപ്പോഴും ഇവിടുന്ന് ഡ്രസ്സ് എടുക്കുന്നതെന്ന് അറിയാം. അപ്പം നമ്മൾ ഒരു ടീഷർട്ട് കണ്ട് ഇഷ്ടപ്പെട്ടത് മാറ്റി വെക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് അവിടെ നിന്ന് എടുത്തു. അപ്പം നോക്കിയപ്പോൾ കറങ്ങുന്ന വാച്ചും അവിടെ നിന്ന് എടുത്ത് നമ്മൾ നേരെ പോകുന്നത് എനിക്ക് വേറെ ഡ്രസ്സ് നോക്കാനാണ്. നേരത്തെ എടുത്തതുണ്ടെങ്കിലും ഇപ്പം എടുത്തെങ്കിലും ഇതൊരു തൃപ്തിയായില്ല. അങ്ങനെ വേറെ നോക്കാൻ വേണ്ടി കയറി ഇറങ്ങി വേറെ കടയിലേക്ക് നമ്മൾ നേരെ തിരിച്ച് വീണ്ടും മുഷിഫ് മാളിനകത്തേക്ക് തന്നെ പോയി. അതങ്ങനെയാണ്. അങ്ങനെ അവിടെ പോയി തപ്പിയെടുത്ത് ഒരെണ്ണം കിട്ടി. അത് നിങ്ങൾ ഓൾറെഡി എൻ്റെ ഫോട്ടോ കണ്ടിട്ടുണ്ടാവും. ആ ഡ്രസ്സ് എടുത്തു. അപ്പം നമ്മൾ ഷോപ്പിംഗ് കഴിഞ്ഞു. അപ്പോൾ എന്തായാലും ഇന്നത്തെ പ്രഹസനം ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. ഇനി പെരുന്നാൾ വ്ലോഗുമായിട്ട് നമ്മൾ വരുന്നതായിരിക്കും.